അയ്യോ അങ്ങനെയല്ല, നമുക്ക് ഈ ഡോക്ടറെ കൂടി ഒന്ന് കണ്ടുവെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആളുകള് ഓരോന്നും ഓരോ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് വിഷമിക്കാനും പരിഹാരം കണ്ടുപിടിക്കാനും നമ്മൾ നടന്നാൽ പിന്നെ അതിന് നേരം കാണും. ഗുളികയും മരുന്നൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെന്തിനാ അർച്ചന നമ്മൾ അതിനൊക്കെ പോകുന്നേ? ആളുകൾ ചോദിക്കുന്നതിനപ്പുറം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ മാസമായില്ലേ സച്ചേട്ടാ? ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോഴും മറ്റുള്ളവര് അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് കാണുമ്പോഴും നമ്മുടെ ഉള്ളില് സങ്കടങ്ങൾ വന്ന് നിറയാറില്ലേ? ഇങ്ങനെ എത്ര നാളെന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നേ? എന്തെങ്കിലും ഒരു അവസാനം വേണ്ട എല്ലാത്തിനും. എങ്കിൽ ശരി, നമുക്ക് പോവാം. പക്ഷേ ഇന്ന് വേണ്ട, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ പോ. ഈ കാര്യത്തിൽ സച്ചേൻ ഇന്ന് സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഇത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യം, നമ്മളായിട്ട് ഒരു തരത്തിലും വൈകിപ്പിക്കണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. ഇന്ന് ഞാനും സച്ചേട്ടനും പോവും, ഡോക്ടറെ കാണും, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. പിന്നെ സന്ധ്യ ഡോക്ടർ തൽക്കാലം ഇതറിയണ്ട. ഡോക്ടറിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർക്ക് തോന്നിയാലോ? ഡോക്ടറോടൊന്ന് മാത്രമല്ല, ഇവിടെ ആരോടും ഇത് പറയണ്ട. അഥവാ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. സച്ചിൻ എഴുന്നേറ്റ് വേഗം റെഡിയാവാം. അപ്പോഴേക്കും ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കട്ടെ.